നിന്റെ ശരീരത്തിന്മേൽ ഇന്ന് രാവിലെ ഒരു സൗഖ്യം വരാൻ പോവാ. ഓ വേദവാക്യങ്ങൾ ഞങ്ങൾ ആദായമാവാ, വേദവാക്യങ്ങൾ ഞങ്ങൾ ആദായമാവാ. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഇന്നലെ വന്ന ആളാ. ജ്ഞാനം നൽകുകേ വേദനാഥനേ, ജ്ഞാനം നൽകുവോ. സന്തോഷം സന്തോഷം. ഇന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ ഈ നീര് നോർമലാകും. കർത്താവ് ഈ ശരീരത്തോട് ഇറങ്ങാൻ പോകും. ചിന്തയിൽ വാഴാം, സന്തോഷത്തെ ഞങ്ങൾ ദാനം ചെയ്യുകേ. ഇന്ന് രാവിലെ കർത്താവിനോട് പറയുക, ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവാ. നീ ഈ കുടുകൂട കരയുമ്പോ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആധരമൊന്ന് തുറക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ മക്കൾ ആധരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഈ അമ്മയുടെ മേലൊരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി രാവിലെ അനുകൂലമായി ദൈവത്തിന്റെ ശക്തി ചലിക്കാൻ പോവാ. ഞാനേ അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, ചേച്ചിയെ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് രാവിലെ ഒരു അത്ഭുതം നടക്കുമെന്ന്. കർത്താവ് ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു കിഡ്നി എടുത്തു വെച്ച് തരാൻ പോവാ. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ സ്തോത്രം ചെയ്യണേ. പരിശുദ്ധാത്മാവ ദൈവനോട് പറയുക, ഈ അമ്മയുടെ മേലൊരു ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവാ. അടപ്രബലക സദ്ധരാധന യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ കൈയടിച്ച് യേശുവിന് ഈ രാവിലെ നന്ദി പറഞ്ഞ്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഇന്നലെ വന്ന ആളാ. ഈ ആന്റി എന്നെ കണ്ടിട്ടുണ്ടോ? ആന്റി ഇന്നലെ വിളിച്ചു, ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. പുള്ളിക്കാരി എന്നെ ആദ്യമായിട്ട് കാണുക. മൊബൈലിൽ കണ്ടിട്ടുണ്ട്. അത്രയും ദൂരം വരാൻ വയ്യ. പക്ഷെ ഇന്ന് രാവിലെ ഈ യോഗത്തിൽ ദൈവം കൊണ്ടുവന്ന കൈയടിച്ച ദൈവത്തിനൊന്ന് സ്വന്തം പറഞ്ഞേ. ഒരു വർഷമായിട്ട് ചികിത്സ ചെയ്യുക ഈ കിഡ്നിയുടെ പ്രശ്നത്തിൽ. നിങ്ങളിത് കേട്ടോ പറയുന്നേ? എന്നോട് കർത്താവ് പറയുന്നത് എന്നാന്നറിയോ? ഒരു പുതിയ കിഡ്നി തരും ദൈവം. ഒരു ഡയാലിസിസ് നടക്കത്തില്ല. കൈ മുറിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്നലെ ഡോക്ടർ പറഞ്ഞ കൈ മുറിക്കണമെന്ന. പക്ഷെ ചേച്ചി ഡോക്ടറോട് പറഞ്ഞു, എവിടെയും പ്രാർത്ഥനയ്ക്ക് പോയി ഞാൻ ജനുവരി വരുന്നതിന് മുമ്പ് സൗഖ്യമാവുമെന്ന്. നിങ്ങളുടെ കൈയൊന്ന് അടിച്ച ദൈവത്തിന് അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ചേച്ചി, എന്നോട് പരിശുദ്ധാത്മാവ് റജീന ചേച്ചിയോട് പറയുക, നിന്റെ വീട്ടിൽ ഒരു സ്വസ്ഥത വരും. ഇന്ന് രാവിലെ എൻ്റെ ദൈവം ആ സ്വസ്ഥത നിന്റെ കുടുംബത്തിൽ തരാൻ പോവാ. ഒരു വലിയ സമാധാനം നിനക്കുണ്ടാവും. നീ ജീവിതത്തിനകത്ത് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ല. കല്യാണം കഴിച്ചിട്ട് സ്വസ്ഥത കണ്ടിട്ടില്ല. ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനത്തിന്റെ അങ്ങേ അറ്റായിരുന്നു. അതേ അവസ്ഥയാ നിന്റെ പൊന്നു മോക്കും ഉള്ളത്. കർത്താവ് എന്നോട് പറയുക,
ഈ വീട്ടിലോട്ട് ദൈവം ഇറങ്ങി വരാൻ പോവാ. വന്നിട്ട് ദൈവത്തിന്റെ ഒരത്ഭുതം നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ആ രണ്ട് കരങ്ങളും അടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് ഇതൊരു വലിയ ജയമായിട്ട് മാറാൻ പോവാ. ഇതൊരു വലിയ അത്ഭുതമായി മാറാൻ പോവാ. ഇതൊരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയായി മാറാൻ പോവാ. അവക്ക് എന്നാ തീരുമാനം എടുക്കണ്ടേ എന്നറിയില്ല. അവളോട് കർത്താവ് പറയുക, ഒരു തീരുമാനം ദൈവം എടുപ്പിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. കണ്ണടയ്ക്കുന്നതിന് മുൻപ് അവളുടെ തലമുറയെ കാണും. അവൾ നമ്മൾ ഈ രോഗം മൂർച്ഛിച്ചപ്പം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അവിടെ കൊച്ചിനെ എനിക്കൊന്ന് കാണണം. പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ശരിക്കും എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് രാവിലെ നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കാൻ പോവാ. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹത്തെ ഇന്ന് രാവിലെ എന്റെ ദൈവം സാധിപ്പിക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ അല്പനിമിഷം ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആദരമൊന്ന് തുറക്കാൻ പറ്റുന്ന ആളുകളെല്ലാം കൂടെ. അവള് ഫെഡപ്പായി പോയി. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഞാനത് കാണുക. അതിൽ ദൈവമായിട്ടൊരു ഡിസിഷൻ എടുക്കും. നമ്മളായിട്ട് തടസ്സം നിൽക്കണ്ട. ദൈവം ഒരു തീരുമാനം ആ വിഷയത്തിൽ കൊണ്ടുവരും. ഇന്ന് രാവിലെ അത് നടക്കുന്ന ഞാൻ കാണുക. സഭയൊന്ന് കൈയടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ദൈവമക്കളും കൂടെ കരമൊന്നടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്ത് ഒരു പാരമ്പര്യ ശാപം ഈ വീട്ടിൽ കയറി നിൽക്കുന്നത് പോലെ ഇന്ന് രാവിലെ ഒരു പാരമ്പര്യ ശാപം ഈ വീട്ടിൽ കയറി നിൽക്കുന്നത് ഞാൻ കാണുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് തൂതു പറയുക, ഈ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ തടസ്സങ്ങളെ മുഴുവൻ എൻ്റെ ദൈവം പൊട്ടിച്ച് കളയാൻ പോവാ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ആ രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ ചേച്ചിയുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ തീ കത്തി വരുന്ന പോലെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഈ രാവിലെ വ്യാപരിച്ചു വരുന്നത് പോലെ ഇവിടെ ജീസസിനെ ഒന്ന് പിടിച്ച ഈ സഹോദരിയെ യേശുവിന്റെ അത്ഭുതം ഉണ്ടാകാൻ പോവുക. ഉച്ചി തൊട്ട് ഉള്ളങ്കാൽ വരെ ദൈവകരം ഇറങ്ങാൻ പോവുക. എല്ലാ ദൈവമക്കളും ആ രണ്ട് കരങ്ങളും അടിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞ ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് സ്തോത്രം ചെയ്തോ. ഇതൊരു വലിയ വിടുതലായി വ്യാപരിക്കുക. ഇതൊരു വലിയ അത്ഭുതമായി വ്യാപരിക്കുക. താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ചേച്ചി ഞാൻ കാണുന്ന വെളിപ്പാട് ഇങ്ങനെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാ, നിങ്ങള് മരിക്കുന്ന സമയം വരെ നിങ്ങൾക്ക് ഒരു തലമുറയെ കാണരുത്, കുഞ്ഞിന്റെ മോളുടെ ഒരു തലമുറയെ കാണരുത് എന്ന് പറഞ്ഞ് കെട്ടിയൊരു ആഭിചാര ശക്തി ഉണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ളൊരു കാര്യമായി പറയുന്നേ. അതിനോട് ബന്ധപ്പെട്ടൊരു പ്രതിസന്ധിയുണ്ട്. പിന്നെ ശരീരത്തിൽ നീര് വെക്കും അല്ലേ? ഇന്ന് സൗഖ്യമാകാൻ പോവാ. എന്നോട് കർത്താവ് പറഞ്ഞേ, ഇന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ ഈ നീര് നോർമലാകും. കർത്താവ് ഈ ശരീരത്തോട് ഇറങ്ങാൻ പോവാ. ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല. കിഡ്നിയും രാവിലെ ദൈവം റീപ്ലേസ് ചെയ്യും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങി. ഭാരമുള്ളിൽ നേരിടും നേരമില്ല താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമില്ല താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിനെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിനെ ചേർന്ന് വേണമോ. ഭാരമുള്ളിൽ നേരിടും നേരമില്ല താങ്ങിടും. ഭാരമുള്ളിൽ
സാരാമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരാമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഓ ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. പ്രിയരെ, ആ രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു.